വിധികർത്താക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം മാലിന്യമുക്ത കേരളം ആരാണ് മുൻകൈയെടുക്കേണ്ടത് എന്നതാണ്. കേരളം നമ്മുടെ അഭിമാനമാണ്. പ്രകൃതി സൗന്ദര്യം കൊണ്ട് പ്രശസ്തമായ നമ്മുടെ നാട്ടിൽ ശുദ്ധവായുവും പച്ചപ്പും നിറഞ്ഞ ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്നത്തെ യാഥാർത്ഥ്യം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ വീടുകൾക്ക് ചുറ്റും, റോഡുകളിലും ബസ് സ്റ്റാൻഡുകളിലും പുഴകളിലും മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും നാം കാണുന്നത്. മാലിന്യ പ്രശ്നം വെറും ഒരു സൗന്ദര്യ പ്രശ്നം അല്ല, അത് ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും ഗുരുതരമായി ബാധിക്കുന്നതാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ അത് വർഷങ്ങളോളം നശിക്കാതെ നിലനിൽക്കും. ഇതുമായി മണ്ണിന്റെ ഗുണമേന്മ കുറയുകയും ജലസ്രോതസ്സുകൾ മാലിന്യമാവുകയും ചെയ്യുന്നു. കൂടാതെ കൊതുക്, എലി, ഈച്ച തുടങ്ങിയ രോഗവാഹകർ വർദ്ധിച്ച് പലവിധ മാരകമായ രോഗങ്ങൾക്കും കാരണമാകുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കണം, എൻ്റെ വീടും എൻ്റെ പരിസരവും ശുചിയായി സൂക്ഷിക്കണം എന്ന ബോധം ഓരോ വ്യക്തിയിലും ഉണ്ടാവണം. മാലിന്യമുക്ത കേരളം സാക്ഷാത്കരിക്കാൻ ചില ലളിതമായ മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ മാർഗം പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക. ഒറ്റത്തവണ ഉപയോഗിച്ച പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒഴിവാക്കണം. തുണിസഞ്ചികൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ മാർഗം മാലിന്യങ്ങൾ തരംതിരിക്കുക. ജൈവ മാലിന്യവും അജൈവ മാലിന്യവും വേർതിരിച്ച് സംസ്കരിക്കുക. വീട്ടിൽ ഒരു കമ്പോസ്റ്റ് നിർമ്മിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ മാർഗം പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. നമ്മുടെ വീടുകൾക്ക് ചുറ്റും, റോഡുകളിലും പുഴകളിലും മാലിന്യങ്ങൾ എറിയുന്നത് നിർത്തുക. പൊതുസ്ഥലങ്ങൾ സ്വന്തം വീട് പോലെ സംരക്ഷിക്കണം. നാലാമത്തെ മാർഗം ശുചിത്വം, കുട്ടികളിലും യുവാക്കളിലും ശുചിത്വം വളർത്തണം. ക്ലീൻ കേരള പോലുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുക. അഞ്ചാമത്തെ മാർഗം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തിന് കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. സുഹൃത്തുക്കളെ, ഒരു വ്യക്തിയുടെ മാറ്റം ഒരു കുടുംബത്തെ മാറ്റും, ഒരു കുടുംബത്തിന്റെ മാറ്റം ഒരു സമൂഹത്തെ മാറ്റും. അങ്ങനെ ഒരു സമൂഹത്തിന്റെ മാറ്റമാണ് ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നത്. സുഹൃത്തുക്കളെ, സർക്കാരിന്റെ ശ്രമങ്ങൾ മാത്രം മതിയാകില്ല. ഓരോ പൗരനും പങ്കാളിയാകുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുക. 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത്തഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. ഈ തിരുവചനം ശുചിത്വത്തിന്റെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ചെറിയ ശ്രമങ്ങൾ ചേർന്നാൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും. നാം ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. ഞാൻ മാലിന്യം ചിതറിക്കളയില്ല, മറ്റുള്ളവരെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കും. അവസാനമായി നമുക്ക് ഒരുമിച്ച് പരിശ്രമിച്ച് ഒരു ശുചിയായ, മനോഹരമായ, ആരോഗ്യകരമായ, പച്ചപ്പുള്ള, ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുന്ന ഒരു കേരളത്തെ വാർത്തെടുക്കാം. സുഹൃത്തുക്കളെ, നമ്മുടെ ചെറിയ ശ്രമങ്ങൾ ചേർന്നാൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും. ഇനി മുതലെങ്കിലും എല്ലാവരും ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധ ചെലുത്തണമെന്ന് ഉണർത്തിക്കൊണ്ട് എൻ്റെ ചെറിയ പ്രസംഗം ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.